ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ചെയ്യാവോ എന്നുള്ളത്. നമ്മൾ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്നല്ല, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന. കറണ്ട് അഫയേഴ്സിന് നമുക്ക് ഇത്ര പാർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന അടുത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് വരാൻ ചാൻസ് ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാഷണൽ പ്രസ് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ വിച്ച് ഡേ? നാഷണൽ പ്രസ് ഡേ ആയിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത് നവംബർ 16 ഓക്കെ, നവംബർ 16 നമ്മൾ നാഷണൽ പ്രസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. Who has been appointed as the Director of National Intelligence by US President-elect Donald Trump? ഓക്കെ, ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ്? തുളസി ബലാഡ് ആണ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്, റോഡ് ട്രാഫിക്കിൽ വിക്ടിം ആയിട്ടുള്ള, അതായത് റോഡ് ആക്സിഡന്റിൽ മരിച്ചവരുടെ ഓർമ്മ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, ലോകം മുഴുവൻ ആചരിക്കുന്നത് എപ്പോഴാണ്? 3rd Sunday of November. നവംബറിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ അങ്ങനെ ആചരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാർ പ്രജ്നേഷ് ഗുണേശ്വരൻ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം വിച്ച് സ്പോർട്സ്? ടെന്നീസിൽ നിന്നുമാണ് ഇന്ത്യക്കാരനായ പ്രജ്നേഷ് ഗുണേശ്വരൻ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തത്. അപ്പോൾ പ്രജ്നേഷ് ഗുണേശ്വരൻ ടെന്നീസ് പ്ലെയർ ആണ്, ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹം ടെന്നീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിസ് സറൈ കാലെ ഖാൻ ചൗക്ക് റീനെയിംഡ് ടു? ന്യൂഡൽഹിയിലെ സറൈ കാലെ ഖാൻ ചൗക്ക് എന്തായിട്ട് റീനെയിം ചെയ്തു? ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന് നെയിം ചെയ്തു. ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന് ഇപ്പോൾ റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത്, ഹൂ ഇസ് ദ ഓതർ ഓഫ് വൈ ഭാരത് മാറ്റേഴ്സ്? വൈ ഭാരത് മാറ്റേഴ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? എസ് ജയശങ്കർ ആണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന ബുക്ക് എഴുതിയത്. In which country did Symbiosis International University's first international campus be inaugurated? Symbiosis International Universityയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് ഇനോഗ്രേറ്റ് ചെയ്തത് UAE-യിലാണ്. ഓക്കെ, UAE-യിലാണ് സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് ഇനോഗ്രേറ്റ് ചെയ്തത്. വിച്ച് ഇന്ത്യൻ എയർപോർട്ട് was honored at the Airport Excellence Awards during the Saudi Airport Exhibition 2024? Saudi Airport Exhibition 2024 Saudi Airport Exhibitionൽ എയർപോർട്ട് എക്സലൻസ് അവാർഡിൽ ഓണർ ചെയ്തത് ഹൈദരാബാദ് എയർപോർട്ട് ആണ്. ഓക്കെ, ഹൈദരാബാദ് എയർപോർട്ടിനാണ് എയർപോർട്ട് എക്സലൻസ് അവാർഡ്സിൽ ഓണർ കിട്ടിയത്. International Day for Tolerance 2024 observed on which day? International Day of Tolerance 2024 നവംബർ 16 ആചരിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ട്രാഫിക് ഡേ ആയിട്ടും ട്രാഫിക് വിക്ടിംസ് ഡേ ആയിട്ടും നമ്മൾ നവംബർ 16 നാഷണൽ പ്രസ് ഡേയും നവംബർ 16. Which collaboration has launched the world's first AI and 5G integrated telecom network? 5G AI RAN, അതായത് ലോകത്തിലെ ആദ്യത്തെ AI and 5G integrated ടെലികോം നെറ്റ്വർക്ക്, അതിന്റെ പേര് എങ്ങനെയാണ്? 5G AI RAN എന്നത് ആരൊക്കെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NVIDIA-യും സോഫ്റ്റ് ബാങ്കുമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, which app has been launched to strengthen the fight against doping in sports? സ്പോർട്സ് ഡോപ്പിങ്ങിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. നോ യുവർ മെഡിസിൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, സ്പോർട്സിൽ നമുക്ക് സ്പോർട്സ് അറിയാം അല്ലെ, സ്പോർട്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഫൈറ്റ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്തതാണ് നോ യുവർ മെഡിസിൻ എന്ന ആപ്പ്. വിച്ച് ഡിഫൻസ് ഓർഗനൈസേഷൻ ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എ സീരീസ് ഓഫ് ഫ്ലൈറ്റ് ടെസ്റ്റ് ഫോർ ദ ഗൈഡഡ് പിനാക്ക വെപ്പൺ സിസ്റ്റം? ഏത് ഡിഫൻസ് ഓർഗനൈസേഷൻ ആണ്
ഒരു സീരീസ് ഓഫ് ഫ്ലൈറ്റ് ടെസ്റ്റ്. എന്തിനായിരുന്നു അത്? ഗൈഡഡ് പിനാക്ക വെപ്പൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് ഫ്ലൈറ്റ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത് DRDO ആണ്. ഓക്കെ, DRDO ആണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഫോർ പ്രിസർവേഷൻ ഓർ റെസ്ക്യൂ ഓഫ് ഇൻജുവേർഡ് എൻഡേഞ്ചേർഡ് ഗാൻജറ്റിക് ഡോൾഫിൻസ്, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ ലോഞ്ച്ഡ്. ഡോൾഫിൻ ആംബുലൻസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡോൾഫിൻ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അവരാണ് ലോഞ്ച് ചെയ്തത്. ഗാൻജറ്റിക് ഡോൾഫിൻസിന്റെ ഇൻജൂർ ആയിട്ട് കിടക്കുന്ന ഗാൻജറ്റിക് ഡോൾഫിൻസിന് പ്രിസർവേഷനും റെസ്ക്യൂനും ഒക്കെ ആയിട്ടാണ് ഡോൾഫിൻ ആംബുലൻസ് എന്നൊരു സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബോഡോലാൻഡ് മഹോത്സവ് ഇനോഗ്രേറ്റഡ് വിച്ച് സിറ്റി? ന്യൂഡൽഹി ആണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബോഡോലാൻഡ് മഹോത്സവ്. വിച്ച് ന്യൂസിലാൻഡ് ക്രിക്കറ്റർ അനൗൺസ്ഡ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്? ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് ക്രിക്കറ്റർ ആരാണ്? ടിം സൗത്തി ആണ്. ഓക്കെ, ടിം സൗത്തി ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് ക്രിക്കറ്റർ. Reliance Industries announced merger with which company for their Indian media asset? ഇന്ത്യൻ മീഡിയ അസറ്റിനായിട്ട് റിലയൻസും ഡിസ്നി വാൾട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മെർജ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ന്യൂസ് ആയിരുന്നു അല്ലെ. എന്നിട്ട് ഡിസ്നിയുടെ ഹെഡ് ആയിരുന്ന മാധവൻ റിസൈൻ ചെയ്തു എന്ന് കൂടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഹെഡ് ആയിരുന്ന മാധവൻ ഡിസ്നി വേൾഡിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തു. റിലയൻസും ഡിസ്നിയും തമ്മിൽ മെർജ് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് എന്നുള്ളത് കഴിഞ്ഞ വീക്കിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ബിർസ മുണ്ട വാസ് എ ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് റീജിയൻ? ബിർസ മുണ്ട ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂമായി റിലേറ്റ് ആ സ്ഥലത്തുള്ള ഫ്രീഡം ഫൈറ്റർ ആണ്. ഓക്കെ, ബിർസ മുണ്ട എന്ന് പറഞ്ഞാൽ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിയിലുള്ളൊരു ഫ്രീഡം ഫൈറ്റർ ആണ്. ദ നാഷണൽ മിഷൻ ഫോർ Clean Ganga NMCG was launched in which year? NMCG National Mission for Clean Ganga 2011 ലോഞ്ച് ചെയ്തത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ 2011 ലോഞ്ച് ചെയ്തത്. ശബരിമല പിൽഗ്രിമേജ് നമുക്കറിയാലോ, കേരളത്തിലാണ് ഉള്ളത്. വിച്ച് ട്രൈബൽ റെബല്യൻ വാസ് ലെഡ് ബൈ ബിർസ മുണ്ട? ബിർസ മുണ്ട ഏത് ട്രൈബൽ റെബല്യനെയാണ് നയിച്ചത്? മണ്ട റെബല്യൻ ആണ്. ഓക്കെ, മണ്ട റെബല്യൻ ആണ് ബിർസ മുണ്ട നയിച്ച റെബല്യൻ. ഓക്കെ, ഫ്രീഡം ഫൈറ്റർ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അടുത്തത്, അരവിന്ദർ സിംഗ് സാൻഹെ അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ ഓഫ് വിച്ച് ഓയിൽ ഫേം? ഇന്ത്യൻ ഓയിലിന്റെ ചെയർമാൻ ആയിട്ടാണ് അരവിന്ദർ സിംഗ് സാഹ്നെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ ഓയിലിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് അരവിന്ദർ സിംഗ് സാഹ്നെ ആണ്. Which country appoints first anti-slavery commissioner to combat modern slavery? Modern slavery combat ചെയ്യാനായിട്ട് ആദ്യത്തെ ആന്റി സ്ലേവറി കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, മോഡേൺ സ്ലേവറിയെ കമ്പാറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ആന്റി സ്ലേവറി കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തത് ഓസ്ട്രേലിയയാണ്. To strengthen Rajasthan's defense industrial base, Gyan Shakti think tank established in Jaipur. അതായത് രാജസ്ഥാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് സ്ട്രോങ് ആക്കാനായിട്ട് ഗ്യാൻ ശക്തി തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവന്നു. അത് എവിടെയാണ് ചെയ്തത്? ജയ്പൂരിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് ഹാസ് ഇലക്റ്റഡ് എലിസെ സ്റ്റെഫാനിക്, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു, എലിസെ സ്റ്റെഫാനിക് ആസ് എ റെപ്രസെന്റേറ്റീവ് ടു ദ UN. ഡൊണാൾഡ് ട്രംപ് UN റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? എലിസെ സ്റ്റെഫാനിക്കിനെ. ഓക്കെ, 18th പ്രവാസി ഭാരതീയ ദിവസ് 2025 സെലിബ്രേറ്റഡ് ഓൺ വിച്ച് സിറ്റി ഓഫ് ഒഡീഷ? 2025 18th പ്രവാസി ഭാരതീയ ദിവസ് ആണ് നടക്കാൻ പോകുന്നത്. അത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് നടക്കാനിരിക്കുന്നത്. ഓക്കെ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 18th പ്രവാസി ഭാരതീയ ദിവസ് 2025 നടക്കാൻ പോകുന്നത്. അടുത്തത്, which company acquired the world's first patent for Pinfanon SR? Pinfanon SR ന് ലോകത്തിൽ ആദ്യമായിട്ട് പേറ്റന്റ് കിട്ടുന്ന കമ്പനി സ്കെയർക്രോ ഇൻകോർപ്പറേറ്റഡ് ആണ്. ഓക്കെ, സ്കെയർക്രോ ഇൻകോർപ്പറേറ്റഡിനാണ് പിൻഫനൺ എസിന്റെ ആദ്യത്തെ പേറ്റന്റ് കിട്ടുന്നത്. Which constitutional right does the Supreme Court say is infringed by demolitions based on crime accusations? Okay, അപ്പോൾ crime accusationന്റെ ബേസിൽ
ഡിമോളിഷ് ചെയ്യാൻ സുപ്രീം കോർട്ട് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഏതാണ്? റൈറ്റ് ടു ഷെൽട്ടർ അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഷെൽട്ടർ ഉണ്ട്. ഓക്കെ. ദ 43rd ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ വിൽ ബി ഓർഗനൈസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? ന്യൂഡൽഹിയിലാണ് 43ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടക്കാൻ പോകുന്നത്. വിച്ച് കൺട്രി ഹാസ് അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ് വിൽ കോൺഫർ its highest national award to Indian Prime Minister Narendra Modi. അതായത് ഏത് രാജ്യമാണ് അവരുടെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞത് കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക ആണ്. കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക ആണ് അവരുടെ രാജ്യത്തിന്റെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് ആർക്ക് കോൺഫർ ചെയ്യുമെന്നാ പറഞ്ഞത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക്. 35th ട്രൈ സർവീസസ് കമാൻഡേഴ്സ് കോൺഫറൻസ് കണ്ടക്ടഡ് ഇൻ വിച്ച് കൺട്രി? 35th ട്രൈ സർവീസസ് കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ് നടന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വേൾഡ് ഡയബറ്റീസ് ഡേ ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? വേൾഡ് ഡയബറ്റീസ് ഡേ എപ്പോഴായിരുന്നു? നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ. ഇത് ഓർക്കാൻ പണ്ട് നമ്മളൊരു ട്രിക്ക് പഠിക്കുമായിരുന്നു. അതായത് കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണ് അല്ലെ? അപ്പൊ എന്താണ്, ചിൽഡ്രൻസ് ഡേയും ഡയബറ്റീസ് ഡേയും എന്താണ്? നവംബർ 14 ഞാനിപ്പോ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തതാണ്. അപ്പം കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ചിൽഡ്രൻസ് ഡേ തന്നെയാണ് എന്ത്? വേൾഡ് ഡയബറ്റീസ് ഡേ എന്നും ആചരിക്കുന്നത്. ഹു വോൺ ദ ICC പ്ലെയർ ഓഫ് ദ മന്ത് ഫോർ ഒക്ടോബർ 2024 ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറി? ICC പ്ലെയർ ഓഫ് ദ മന്ത് ഒക്ടോബർ 2024 ICC പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് വന്ന മെയിൽ ആരാണ്? മെയിൽ ക്രിക്കറ്റർ അമേലിയ കെറും ഫീമെയില് നൊമാൻ അലിയുമാണ്. ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമാണ്. ഫീമെയിൽ അമേലിയ കെറും മെയില് നൊമാൻ അലിയുമാണ്. ഓക്കെ, ഇനി അലക്സ് ഡിഡിയർ ഫിൽസ് എയ്മി സ്വൺ ഈസ് ആസ് ഹെയ്ത്തി പ്രൈം മിനിസ്റ്റർ. ഹെയ്ത്തി പ്രൈം മിനിസ്റ്റർ ആയത് അലക്സ് ഡിഡിയർ ഫിൽസ് എയ്ം സ്വൺ. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ വായിക്കുക എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്ന പോലെ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. DRDO സക്സസ്ഫുള്ളി കണ്ടക്ട്സ് മെയിൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഫോർ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അറ്റ് ചാന്ദിപൂർ ഓഫ് കോസ്റ്റ് ഓഫ് ഒഡീഷ. ഓക്കെ, അപ്പം മെയിൻ ഫ്ലൈറ്റ് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ആ ടെസ്റ്റ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അത് എവിടെയാണ് നടത്തിയത്? ഒഡീഷയുടെ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ചാന്ദിപൂരിലാണ് നടത്തിയത്. മറാക്കോച്ചോ ഹാസ് ബീൻ റെക്കമെൻഡഡ് ആസ് ദ നെക്സ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വിച്ച് PSU? NEHDCയുടെ അടുത്ത മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആരെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? മറാക്കോച്ചോനെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളും മനസ്സിലായി. അടുത്തത്, C295 ഫുൾ മോണിറ്റർ സിമുലേറ്റർ ഇനോഗ്രേറ്റഡ് അറ്റ് ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷൻ. ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിലാണ് എന്ത് ഇനോഗ്രേറ്റ് ചെയ്തത്? C295 ഫുൾ മോണിറ്റർ സിമുലേറ്റർ. ഓക്കെ, അടുത്തത്, ബ്രിട്ടീഷ് റൈറ്റർ സമാന്ത ഹാർവേ വിൻസ് ബുക്കർ പ്രൈസ് ഫോർ വിച്ച് ഫിക്ഷൻ നോവൽ? ഓർബിറ്റൽ എന്ന ഫിക്ഷൻ നോവലിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. അത് ആർക്കാ കിട്ടിയത്? ബ്രിട്ടീഷ് റൈറ്റർ ആയിട്ടുള്ള സമാന്ത ഹാർവേക്കാണ് കിട്ടിയത്. ഓക്കെ, ഹു റോട്ട് എ ബുക്ക് ടൈറ്റിൽഡ് മാ മദർ? മാ മദർ എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ഡോക്ടർ ധവേന്ദ്ര കുമാർ ദൊദാവത്ത്. മാ മദർ എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ഡോക്ടർ ധവേന്ദ്ര കുമാർ ദൊദാവത്ത്. ന്യൂ ബൈക്ക് ടാക്സി സർവീസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? ന്യൂ ബൈക്ക് ടാക്സി സർവീസ് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ന്യൂ ബൈക്ക് ടാക്സി സർവീസ് ഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹു ക്ലിഞ്ചസ് മാസ്റ്റേഴ്സ് ടൈറ്റിൽ അറ്റ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2024? ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2024 ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണ്? അരവിന്ദ് ചിദംബരമാണ് ഗ്രാൻഡ് മാസ്റ്റർ ആയത്. 2024 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണ്? അരവിന്ദ് ചിദംബരം. അടുത്തത്, which agency launched the first of kind space അന്തരീക്ഷ അഭ്യാസ് 2024? അന്തരീക്ഷ അഭ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കൈൻഡ് സ്പേസ് ആണ്. അത് ആരാണ് ലോഞ്ച് ചെയ്തത്? ഡിഫൻസ് സ്പേസ് ഏജൻസി ആണ് ലോഞ്ച് ചെയ്തത്. അന്തരീക്ഷ അഭ്യാസ് 2024 ഡിഫൻസ് സ്പേസ് ഏജൻസി ആണ് ലോഞ്ച് ചെയ്തത്. വേൾഡ് ന്യൂമോണിയ ഡേ 2024. ന്യൂമോണിയ ഡേ, വേൾഡ് ന്യൂമോണിയ ഡേ എപ്പോഴാണ്? 12th November ആണ് വേൾഡ് ന്യൂമോണിയ ഡേ.
തീം ഓഫ് വേൾഡ് ന്യൂമോണിയ ഡേ 2024 ന്യൂമോണിയ ഡേയുടെ തീം എന്തായിരുന്നു? എവരി ബ്രീത്ത് കൗണ്ട്സ്, സ്റ്റോപ്പ് ന്യൂമോണിയ ഇൻ ഇറ്റ്സ് ട്രാക്ക്. ഓക്കെ, എവരി ബ്രീത്ത് കൗണ്ട്സ്, സ്റ്റോപ്പ് ന്യൂമോണിയ ഇൻ ഇറ്റ്സ് ട്രാക്ക്. അതായിരുന്നു വേൾഡ് ന്യൂമോണിയ ഡേ 2024ന്റെ തീം. Who has been honored with Satyajit Ray Lifetime Achievement Award at IFFI 24? IFFI 24 സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഫിലിപ്പ് നോയ്സിനാണ് കിട്ടിയത്. സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 കിട്ടിയത് ഫിലിപ്പ് നോയ്സിനാണ്. 7th annual India Sri Lanka Coast Guard meet boost regional maritime security happened in Colombo. ശ്രീലങ്കയിലെ കൊളംബോ സിറ്റിയിൽ 7ാമത് ഇന്ത്യ ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് മീറ്റ്സ് നടന്നത് കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. അടുത്തത് Dr. Naveen Ramgoolam set to become Prime Minister of which country? Dr. Naveen Ramgoolam ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയത്? മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ആയത്. Scientists have found the new fire resilient species of Dicliptera in Western Ghats. ശാസ്ത്രജ്ഞന്മാര് എന്ത് കണ്ടുപിടിച്ചു? പുതിയൊരു ഫയർ റെസിലിയന്റ് സ്പീഷീസ് ഡിക്ലിപ്റ്ററയുടെ ഒരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ചു. അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? വെസ്റ്റേൺ ഗട്ട്സിലാണ് കണ്ടുപിടിച്ചത്. Who has been appointed as brand ambassador and honorary tourism advisor for Thailand? തായ്ലൻഡിന്റെ ബ്രാൻഡ് അംബാസിഡറും അതുപോലെ ഹോണററി ടൂറിസം അഡ്വൈസറും ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? സോനു സൂദിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. Where is the headquarters of WIPO, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ്. Okay. India signed an agreement with which country to jointly manufacture the Panzer Air Defense Missile Gun System? Panzer Air Defense Missile Gun System ഉണ്ടാക്കാനായിട്ടുള്ള എഗ്രിമെന്റിൽ ഇന്ത്യയും റഷ്യയുമാണ് സൈൻ ചെയ്തത്. ഓക്കെ, ഇന്ത്യയും റഷ്യയുമാണ് സൈൻ ചെയ്തത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകത്ത് നടന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ 50 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഉറപ്പായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒക്കെ ഷിഫ്റ്റിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റാറ്റിക് GK, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് എപ്പോഴും വരിക. അപ്പം നമ്മൾ ഇപ്പോൾ നോക്കിയ കാര്യങ്ങളെല്ലാം ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.